ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ തിരിച്ചെഴുതിയാലും അതേ അർത്ഥം തന്നെ കിട്ടുന്നുണ്ട്. അതിനെയാണ് സാധാരണ നമ്മൾ പാലിഡ്രോം എന്ന് വിളിക്കുന്നത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറയുന്ന വാക്കാണ്. MALAYALAM എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിനെ തിരിച്ചിട്ടാലും മലയാളം എന്ന് തന്നെ വായിക്കും. മറ്റൊരു ഉദാഹരണമാണ് ഈവിൾ ഈസ് എ നെയിം ഓഫ് ഫോയ്മാൻ അസൈലൈവ്. ഈ ഒരു വാക്കിനെ നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം തിരിച്ചിട്ട് വേണ്ട രീതിയിൽ അകലം കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതേ വാക്ക് തന്നെ കിട്ടുന്നതായിട്ട് കാണാം. ലോകത്തിലെ പല സിവിലൈസേഷനുകളിലും അവരുടെ ഭാഷ ഉണ്ടായ കാലം മുതൽ മനുഷ്യൻ സിമ്മട്രി, പാറ്റേൺ ഇവ നോക്കുമ്പോൾ ഇത്തരം പ്രത്യേകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. പാലിൻ ആൻഡ് ഡ്രോം എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്കുകൾ എഗൈൻ ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്ന രണ്ട് അർത്ഥം വരുന്ന വാക്കുകളാണ്. ഇങ്ങനെ ചേർത്താണ് പാലിഡ്രോം എന്ന് പറയുന്ന വാക്ക് കണ്ടെത്തിയത്. എന്നാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി നോക്കുമ്പോൾ ഇംഗ്ലീഷിലെ ഏറ്റവും നീളം കൂടിയ പാലിഡ്രോം വാക്കെന്ന് പറയുന്നത് ടെറ്ററാറ്റാറ്റ് എന്ന് പറയുന്ന വാക്കാണ്. വാതിലിൽ ഒരു മുട്ടുമുട്ടുക എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഒരു വാക്കോ ഒരു പ്രയോഗമോ പറയുന്ന സമയത്ത് അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചു പറയുമ്പോഴും കേൾക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഫോണറ്റിക് പാലിഡ്രോം എന്ന് പറയും. ഉദാഹരണത്തിന് സേ യെസ്. ഇതിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു റിവേഴ്സ് ആയിട്ട് ടോക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിട്ട് തിരിച്ചു കേട്ടാൽ ഏകദേശം സേ യെസ് എന്ന് തന്നെ പറയുന്നതായിട്ട് കാണാം. ഞാൻ ഉപയോഗിച്ച ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സേ ഇറ്റ് ബാക്ക്വേർഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്. എന്നാൽ ചില വാക്കുകളെയും ചിലപ്പോൾ ഒരു ഫുൾ സെൻറ്റൻസിനെ പോലും ബോധപൂർവം തലതിരിച്ച് സംസാരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരമൊരു അവസ്ഥയെ പറയുന്ന പേരാണ് പാലിലാലിയ. ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെയും പൂർണ്ണമായും മെഡിക്കൽ സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ന്യൂറോൺ സംബന്ധമായിട്ടുള്ള അവസ്ഥകളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ടൂറിറ്റെ സിൻഡ്രോം, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അഥവാ OCD, ചില പ്രത്യേക തരത്തിലുള്ള എപ്പിലെപ്സികൾ എന്നിവ വാക്കുകളെയോ സെൻറ്റൻസുകളെയോ ബോധപൂർവം തലതിരിച്ച് സംസാരിക്കുന്ന ആളുകളിൽ കാണപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. എല്ലാവരിലും അല്ല, പൊതുവെ. വർഷങ്ങളായി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെ ചുമ്മാ ആവശ്യമില്ലാത്ത കോണ്ടാക്റ്റിലെ പേരുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുകയും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അവരുമായിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ ചികഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൊരു ബെല്ല് കേൾക്കുന്നു. അത് അതേ വ്യക്തി നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ എന്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനും അത്ഭുതവും ഒക്കെ ഉണ്ടാവാം. നിങ്ങളുടെ ചിന്തയാണ് ആ വ്യക്തിയെ വിദൂരതയിൽ ഇരുന്നു കൊണ്ട് സ്വാധീനിച്ചതെന്നും അങ്ങനെയാണ് അയാൾ നമ്മളെ വിളിച്ചതെന്നും വരെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു കാരണമാണ് മെമ്മറി ബയാസ്. നിങ്ങളുടെ സുഹൃത്തിനെ ഓർത്ത് നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ നിങ്ങളെ വിളിച്ചു. ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് മുമ്പ് നടന്ന കാര്യങ്ങളെ നിങ്ങളൊരു സീക്വൻഷ്യൽ ഓർഡറിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങൾ അത്ഭുതം കൂടുന്നത്. അതേസമയം നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം പലതവണ മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്നതോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ഫോണിലൊരു വിളി വരാത്തത് കൊണ്ട് നമുക്കതിനെ ഒരു കഥയായിട്ട് മെനയാൻ സാധിച്ചില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്റ്റാറ്റസുകൾ, ചില വാർത്തകൾ നമ്മളും ആ സുഹൃത്തുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ചില സംഭവങ്ങൾ, ഉദാഹരണത്തിന് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ സംഭവിച്ചതുപോലെയുള്ള സാഹസികത പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിച്ചതും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആലോചിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ വിളിച്ചാൽ ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു കോയിൻസിഡൻസ് ടൈമിംഗ് ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ആരെയൊക്കെ ആലോചിക്കുന്നു. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരാൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അയാളെക്കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച്. പ്രകാശത്തിൻ്റെ വേഗതയും പിരമിഡിൻ്റെ ലാറ്റിറ്റ്യൂഡും തമ്മിലൊരു പ്രത്യേക തരത്തിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 29,92,97,458 മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് പറയുമ്പോൾ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിരമിഡായിട്ടുള്ള ഗിസ പിരമിഡിൻ്റെ ടിപ്പിൻ്റെ ഒരു ലൊക്കേഷൻ രേഖാംശ രേഖയിൽ നോക്കുമ്പോൾ ഏകദേശം 29.929745 ഡിഗ്രി നോർത്താണ് എന്ന് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സോഷ്യൽ മീഡിയകളിലും കാണാറുണ്ട്. അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലുള്ള ആളുകൾ പ്രകാശത്തിൻ്റെ വേഗത മുൻകൂട്ടി കണ്ടെത്തുകയും അതിനനുസരിച്ചുകൊണ്ട് ഗിസ പിരമിഡിനെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളൊരു ഹിഡൻ മെസ്സേജാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഈ പിരമിഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ആളുകൾക്ക് സത്യത്തിൽ മീറ്റർ, പ്രകാശ വേഗത, രേഖാംശ രേഖ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്നിവയെക്കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ 29 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന കുറേ സംഖ്യകളുണ്ട്, ഡെസിമൽ പോയിന്റ്. അവയിൽ വരുന്ന ചില കൃത്യമായ സംഖ്യകളാണ് ഈ പറയുന്ന പ്രകാശ വേഗതയോട് ചേർന്ന് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 29 വരുന്ന ഡിഗ്രി കണക്കിനകത്ത് തന്നെ ഒരുപാട് രേഖകൾ പിരമിഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്.
അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഉണ്ടാക്കുന്നവർ, നമ്മളെന്ന് പറയുന്നതിനേക്കാൾ അത് പ്രകാശ വേഗതയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ലാറ്റിറ്റ്യൂഡുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് പറയാൻ ശ്രമിക്കുന്നതാണ്, അത്തരത്തിൽ കോർഡിനേറ്റ് കൊണ്ടുവരുന്നതാണ്. ഗിസ പിരമിഡിൻ്റെ മുകൾ ഭാഗത്തുകൂടി കടന്നു പോകുന്ന ആയിരക്കണക്കിന് പോയിന്റുകളിൽ അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഒരല്പം വടക്കോട്ട് നീങ്ങി നിൽക്കുന്ന പോയിന്റാണ് പ്രകാശ വേഗതയ്ക്ക് തുല്യമായ ലാറ്റിറ്റ്യൂഡ്. എന്നാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മധ്യഭാഗത്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 29.979175 ഡിഗ്രി നോർത്ത് എന്നുള്ളതാണ്. അതായത് പിരമിഡ് നിൽക്കുന്ന ഭാഗത്ത് വരുന്ന ഈ രേഖാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 2 ഡിഗ്രികൾക്കിടയിലാണ്. ഈ 2 ഡിഗ്രികൾക്കിടയിൽ ഏകദേശം നമുക്ക് 20,000-ഓളം മറ്റ് വരകൾ വരയ്ക്കാൻ സാധിക്കും. ആ 20,000-ഓളം വരുന്ന എണ്ണം കുറവ് വരകളുടെ എണ്ണമാണ്, അതിൽ കൂടുതൽ വരയ്ക്കാൻ പറ്റും. അതിനിടയ്ക്ക് ഈ 20,000-ൽ ഒരൊറ്റ വരയുടെ പോയിന്റ് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ബന്ധം കണക്കാക്കാനായിട്ട് ഓരോരുത്തർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മോഡേൺ സയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ ഇതിനെ ആക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഒരു വാക്കിലോ പ്രയോഗത്തിലോ സെൻറ്റൻസിലോ ഉള്ള സ്പെല്ലിങ്ങുകളോ അവയുടെ സ്ഥാനമോ മാറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ അർത്ഥവത്തായ മറ്റേതെങ്കിലും വാക്കോ പ്രയോഗമോ സെൻറ്റൻസോ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത്തരം വാക്കുകളെ വിളിക്കുന്ന പേരാണ് അനാഗ്രാം. ഉദാഹരണത്തിന് എ ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്ന വാക്കിനെ മാറ്റി എഴുതിയാൽ ഐ ആം എ ഡോട്ട് ഇൻ പ്ലേസ് എന്ന് വായിക്കും. ആസ്ട്രോണമർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിനെ നമ്മൾ വേണ്ട രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ, തിരിച്ചെഴുതിയാലല്ല, പല ഭാഗത്തേക്ക് സ്ഥാനം മാറ്റി എഴുതിയാൽ മൂൺ സ്റ്റാറർ എന്നാവാം. ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന അങ്ങനെ ഈ 26 ലെറ്ററുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോമ്പിനേഷനുകൾ ഇതുപോലെ കണ്ടെത്താൻ കഴിയും. ഞാൻ ഒരുപാട് തപ്പി നോക്കി മലയാളത്തിൽ, ഇതുപോലെ വാക്കുകൾ മലയാളത്തിലുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. യാദൃച്ഛികത അല്ലെങ്കിൽ കോയിൻസിഡൻസ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അദൃശ്യ ശക്തിയുടെ സ്വാധീനമോ ഒളിഞ്ഞിരിക്കുന്ന മെസ്സേജുകളോ തോന്നിയിട്ടുണ്ടോ? ഈ ഹിഡൻ മെസ്സേജുകൾ തരാനുള്ള ഒരു സൂചനയായിട്ടാണ് കോയിൻസിഡൻസ് വരുന്നതെങ്കിലോ? പരസ്പരം ബന്ധമില്ലാത്ത സാഹചര്യങ്ങളിലും വസ്തുക്കളിലും സംഭവങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥം തോന്നുന്ന തരത്തിൽ ഹിഡൻ മെസ്സേജുകൾ ഉണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിനെയാണ് അപ്പോഫിനിയ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് അകത്തോ കേൾക്കുന്ന കാര്യങ്ങളിലോ പാറ്റേണുകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളെ നമ്മൾ പരൈഡോലിയ എന്ന് വിളിക്കും. ഇതെല്ലാം ഇംഗ്ലീഷിലെ ചില പ്രയോഗങ്ങളാണ്. ഉദാഹരണത്തിന് ആവർത്തിച്ചുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുക, കടലിൻ്റെ തിരമാല അടിക്കുന്ന ശബ്ദത്തെ ശ്രദ്ധിച്ച് കേൾക്കുക, വെള്ളം ഒഴിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുക, ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുക തുടങ്ങിയവയിൽ നമ്മുടെ പേര് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് പോലെയോ മറ്റു വാക്കുകൾ പറയുന്നത് പോലെയോ അബദ്ധവശാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ചീവീടിൻ്റെ ശബ്ദമുള്ള രാത്രിയിൽ ചീവീട് വിളിക്കുന്നതിൽ പോലും പലതരത്തിലുള്ള വാക്കുകൾ കേട്ടതായി നമുക്ക് തോന്നാറുണ്ട്. മലയാളത്തിൽ, പ്രത്യേകിച്ച് ശുദ്ധ മലയാളത്തിലെടുത്ത ചില സീരിയലുകളിലോ സിനിമകളിലോ നമ്മൾ ചില വാക്കുകൾ പറയുമ്പോൾ അതിൽ നിന്ന് ഇംഗ്ലീഷ് വാക്കുകൾ വന്നതുപോലെ തോന്നാം. ഉദാഹരണത്തിന് പുരാണ സംബന്ധമായിട്ടുള്ള ഒരു സീരിയലോ സിനിമയോ ഉണ്ട്, അതിൽ ഇംഗ്ലീഷ് വാക്ക് വരാൻ പാടില്ല. പക്ഷേ നമ്മൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓക്കെ എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് പറയുന്നതായിട്ട് തോന്നിയതായിട്ടും അതിൻ്റെ പേരിൽ ആ സീൻ വെച്ച് ട്രോൾ ഇറക്കുകയും ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കോണ്ടക്സിനുള്ളിലെ ഇംഗ്ലീഷ് ഓക്കെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ മലയാളത്തിൽ ഒക്കെ എന്ന് പറയുന്ന ഒരു വാക്കായിരിക്കാം. ചില പ്രത്യേകതരം അറേഞ്ച്മെൻറ്റുകൾക്കകത്ത് മനുഷ്യൻ്റെ കണ്ണുകളും ചിരിക്കുന്ന മുഖവും ശ്രദ്ധയിൽപ്പെടുക, ചന്ദ്രനിലെ ഒരു കുന്നിൽ പ്രത്യേക തരത്തിൽ സൂര്യപ്രകാശം അടിച്ചപ്പോൾ മനുഷ്യൻ്റെ മുഖത്തിന് സാമ്യതയുള്ള രീതിയിൽ തോന്നുക, ചില പൂക്കളും കായ്കളും വികൃതമായ രീതിയിൽ രൂപപ്പെടുമ്പോൾ അതിന് മനുഷ്യൻ്റെ ശരീരമോ രസകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും രൂപമോ ഉണ്ടെന്ന് നമുക്ക് തോന്നുക, മേഘങ്ങളുടെ ഇടയ്ക്ക് ചില പ്രത്യേക രൂപങ്ങൾ കാണുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള രൂപങ്ങളായിട്ടോ മൃഗങ്ങളായിട്ടോ മറ്റേതെങ്കിലും മാപ്പായിട്ടോ രാജ്യത്തിൻ്റെ ചിത്രമായിട്ടോ ഒക്കെ തന്നെ തെറ്റിദ്ധരിക്കുക, രാത്രി അരണ്ട വെളിച്ചത്തിൽ ചില ചെടികളുടെയോ മരങ്ങളുടെയോ ഒക്കെ നിഴലുകളോ രൂപങ്ങളോ കാണുമ്പോൾ മനുഷ്യരൂപത്തിലോ പ്രേതരൂപത്തിലോ ആണെന്നുള്ള രീതിയിൽ സംശയം ഉണ്ടാവുക, ചൊവ്വയിൽ പണ്ടൊരു പ്രത്യേക പാറകഷ്ണത്തിൻ്റെ ചിത്രം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അത് നടന്നു പോകുന്ന ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരിക, ഇങ്ങനെ പല സംഭവങ്ങളും പാറ്റേൺ സീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇത്തരം പാറ്റേണുകൾ കണ്ടാൽ അത് നമുക്കുള്ള മെസ്സേജ് ആണെന്ന് പറയുന്നവരുണ്ട്. പ്രത്യേകിച്ച് തെറ്റ് ചെയ്യുമ്പോഴോ കുറ്റബോധമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരം പാറ്റേണുകൾ കണ്ടാൽ അയ്യോ ഇതെനിക്കുള്ള മെസ്സേജ് ആണോ എന്ന് ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പസിലുകൾ എന്നുള്ള നിലയ്ക്ക് ചില ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ ആദ്യം ഏത് രൂപത്തെയാണ് തിരിച്ചറിയുന്നത് എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്ന പോസ്റ്റുകൾ കണ്ടിട്ടില്ലേ? പല രൂപങ്ങൾ അടങ്ങിയിരിക്കുന്ന ട്രിക്കി ആയിട്ടുള്ള ഇമേജുകളായിരിക്കും അവ. ഇതെല്ലാം പാറ്റേണുകൾ കണ്ടെത്താനും അപ്രതീക്ഷിതമായിട്ടുള്ള രൂപങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുമുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ഒരു കഴിവാണ്. ഇത് പരിണാമത്തിലൂടെ കിട്ടിയതാണ്. പലപ്പോഴും അപകടകരമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ശേഷി എന്നുള്ള രീതിയിലാണ് ഇത് പരിണാമത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നത്. അപകടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക്. അത് അപകടമായാലും അപകടം പോലെ തോന്നിയാലും നമ്മൾ പിന്തിരിഞ്ഞ് ഓടണം എന്നുള്ള രീതിയിൽ
ആശയം നമ്മളിലേക്ക് കൈവന്നു. ഒരു നിഴലും ഒരു പ്രത്യേക രൂപത്തിലുമുള്ള പാറ്റേണും ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അപകടമില്ലാതാക്കുന്ന വ്യക്തികളാണ് അതിജീവിക്കുക. അതായത് പേടിയുള്ളവരാണ് അതിജീവിക്കുക. പേടിയില്ലെങ്കിൽ നമ്മൾ വംശനാശം അറ്റുപോകും. ഇത്തരം പാറ്റേണുകൾ തിരിച്ചറിയാനും കണക്ഷനുകൾ കണ്ടെത്താനുമുള്ള കഴിവ് സിനിമാ രംഗങ്ങളിലും പാട്ടുകളിലും നമുക്കുണ്ട്. കാരണം പരിണാമത്തിൽ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. നമുക്ക് കിട്ടിയ കഴിവിനെ നമ്മൾ വളർന്ന് ഇത്രയും സിവിലൈസ്ഡ് ആയാലും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആർട്ട് വർക്കുകളിലും ഇത് അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് ഈ ഒരു ഡാൻസിങ് സ്പൈഡർമാൻ എന്ന് പറയുന്ന അനിമേഷനിലെ സ്റ്റെപ്പുകൾ ഏകദേശം എല്ലാ പാട്ടുകളിലും നമുക്ക് ടെമ്പോയ്ക്കനുസരിച്ച് സിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിനുള്ള ശാസ്ത്രീയമായ കാരണം സംഗീതത്തെ നമ്മൾ കാണുന്നത് പാറ്റേണുകളുമായിട്ട് സിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുമായി ചേർത്തുകൊണ്ടാണ്. അതിൻ്റെതായ സ്പീഡും ടെമ്പോയും അടങ്ങിയ അനിമേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളുമായിട്ട് അത് ചേർന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സെലക്ഷൻ ബയാസ്. ജീവിതത്തിൽ പലപ്പോഴും സെലക്ഷൻ ബയാസ് നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാർത്താ ഏജൻസി ഒരു സർവേ നടത്തുന്നു, എത്ര സീറ്റ് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും റിസൾട്ട് വരുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. രണ്ട്, ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വാധീനം കൂടുതലുള്ള പ്രദേശത്ത് നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് അത്തരം ആളുകളോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ സർവേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു സെലക്ഷൻ ബയാസ് ഉണ്ടാകാം. ഒരു പ്രത്യേക മേഖലയിലെ ആളുകളോടും സംവിധാനത്തോടും കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സാധാരണ സെലക്ഷൻ ബയാസ് എന്ന പേരുകൊണ്ട് പറയുന്നത്. പിരമിഡിൻ്റെ രേഖാംശ സംഖ്യയും പ്രകാശത്തിൻ്റെ വേഗതയും കൂട്ടി വായിക്കാൻ ചില ബിരുദന്മാർ ശ്രമിച്ചത് സെലക്ഷൻ ബയാസിന് ഉദാഹരണമാണ്. അതേസമയം കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബന്ധമില്ലാത്ത കാര്യങ്ങളെ എന്തെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി കാരണം കണ്ടെത്തുന്നതാണ്. നമുക്കൊരു കാര്യത്തിന് ശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും അതിനെ സാധൂകരിക്കാനും എന്ത് കാര്യവുമായിട്ടും കൂട്ടിക്കെട്ടി ന്യായീകരിക്കും. അതിൻ്റെ ശരിക്കുമുള്ളൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വലിയ വലിയ കണ്ടെത്തലുകളെയും എക്സ്പ്ലനേഷനുകളെയും പലപ്പോഴും നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരെ നോക്കിയാൽ മതി. വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില സിനിമകളിലെ ആളുകളുടെ സംസാരത്തിൽ ലിപ്സിങ്കുകൾ എടുത്തിട്ട് അവരുടെ സന്ദർഭങ്ങളും അവർ ചെയ്യുന്ന ഡാൻസ് സ്റ്റെപ്പുകളും എടുത്ത് ഇപ്പോൾ പോപ്പുലറായ ഏതെങ്കിലും പാട്ടുമായിട്ടോ സംഭവമായിട്ടോ കൂട്ടിക്കെട്ടും. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് രസകരമായിട്ടുള്ള വീഡിയോകൾ ഇറക്കാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ പാട്ടും യഥാർത്ഥ ഡാൻസും ആണോ അതോ ഇപ്പോൾ ചെയ്ത സാധനമാണോ ഒറിജിനൽ എന്ന് നമുക്ക് സംശയമുണ്ടാകുന്ന രീതിയിലാണ് പലപ്പോഴും ഇരിക്കുക. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന മലയാളത്തിലെ ചില പാട്ടുകളും സിനിമകളും ഒക്കെ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ആരോപിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണെങ്കിലും ഒരുപക്ഷെ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം ആരെങ്കിലും കണ്ടെത്തുന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യത്തിന് പിന്നിൽ. നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ റെയറാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവൂ. ഉദാഹരണത്തിന് നിങ്ങളൊരു ലോട്ടറി എടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ ലോട്ടറി നിങ്ങൾക്ക് കിട്ടാനുള്ള ഒന്നാം സമ്മാനം കിട്ടാനുള്ള സാധ്യത എത്രയാണ്? രസകരമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട്, അത് ശാസ്ത്രീയമല്ല. അതായത് നിങ്ങളെടുത്ത ഒരു ലോട്ടറി നിങ്ങൾക്ക് ഒന്നാം സമ്മാനം അടിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത നിങ്ങൾ ഭൂമിയിൽ ഒരു ഏലിയനെ കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതയുമായിട്ട് ചേർത്ത് വയ്ക്കാം എന്ന് പറയാം. അതായത് ഏലിയനെ കാണുന്നതിൻ്റെ അത്ര പോലും സാധ്യതയില്ല നിങ്ങളെടുത്ത ലോട്ടറി നിങ്ങൾക്ക് ഒന്നാം സമ്മാനം അടിക്കാൻ. അത്രത്തോളം ആളുകൾ ലോട്ടറി എടുക്കുന്നുണ്ട്. അതിൽ ഒരാളായി നിങ്ങൾ മാറണമെങ്കിൽ എത്ര പേരിൽ ഒരാളായിരിക്കണം നിങ്ങൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്ന് പറയുമ്പോഴും പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ പറയുന്നതാണിത്. വളരെ വളരെ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ ഇടിമിന്നൽ അടിക്കുക എന്ന് പറയുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റിൽ. കാരണം ഇടിമിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അത്രത്തോളം പ്രവചിക്കാൻ സാധിക്കാത്തതും നമ്മുടെയൊക്കെ നാട്ടിൽ എപ്പോഴും സംഭവിക്കാത്തതുമായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും ഇടിമിന്നൽ എന്ന് പറയുന്നത് വളരെ റെയറാണ്. എന്ന് മാത്രമല്ല ലോകത്ത് 800 കോടി ആളുകളുണ്ട്. ഈ 800 കോടി ആളുകൾ ഭൂമിയുടെ സർഫസിൽ നിൽക്കുന്ന ഏരിയ കണക്കാക്കാൻ ഈ 800 കോടി പേരെയും കൊണ്ടുവന്ന് എറണാകുളം ജില്ലയെ കൊണ്ട് നിർത്തിയാൽ എറണാകുളം ജില്ലയുടെ പകുതി പോലും വേണ്ടി വരില്ല 800 കോടി ആളുകൾ ഒരടി അകലത്തിൽ നിന്ന്. അതാണ് നമ്മൾ ഇത്രയും പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏരിയ നോക്കുമ്പോൾ മനുഷ്യൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഇടിമിന്നൽ അടിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പൊതുവേ പറയാം. എന്നാൽ ഈ വർഷത്തിൽ എത്ര പേർക്ക് ഇടിമിന്നൽ ഏൽക്കുന്നു എന്നുള്ള കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് പലർക്കും അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ നമ്മളെടുക്കുന്ന കാൽക്കുലേഷനിലെ ഒരു സാധ്യതയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സാധ്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. വാൾട്ടർ സമ്മർഫോർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു തവണയല്ല ജീവിതത്തിൽ 3 തവണ ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട്. ആ മരണത്തിന് 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ ഇങ്ങനെ നിരന്തരം ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ ഒരു ഔട്ട്ഡോർ സ്പോർട്സ് കളിക്കാരനാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ പരിഗണിക്കുമ്പോൾ ഓപ്പൺ സ്പേസിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഇടിമിന്നൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നും കണക്കാക്കാം. അതായത് ഒരു ജനറൽ കോണ്ടെക്സ്റ്റിലല്ല നമ്മൾ കോയിൻസിഡൻസ് പറയേണ്ടത്. അയാൾ എങ്ങനെ സാഹചര്യമായിട്ട് ഇടപെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇടിമിന്നൽ അടിക്കുന്ന സാധ്യത മാറും. മാത്രമല്ല ഭൂമിയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഏകദേശം 40 മുതൽ 50 മിന്നലുകൾ ഭൂമിയിൽ അടിക്കുന്നുണ്ട് എന്നുള്ള കണക്ക് കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോയിൻസിഡൻസ് ആണ് അല്ലെങ്കിൽ അപൂർവമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ
ഉള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടും. വലിയ തോതിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും മറ്റും നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. നമ്മൾ വളരെ അധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നത് IFFKക്കോ അല്ലെങ്കിൽ മാളുകളിൽ പോകുന്ന സമയത്തോ തൃശ്ശൂർ പൂരത്തിനോ ഒക്കെ ആയിരിക്കും. അവിടെയൊക്കെ വെച്ച് നമ്മൾ എടുക്കുന്ന ഫോട്ടോകളിൽ നമ്മളല്ലാതെ ഒരുപാട് ആളുകൾ കാണും. ഈ തരത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭാവിയിൽ പല ഗുണങ്ങളുമുണ്ട്. അതിലൊന്നാണ് ജീവിതത്തിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത രണ്ട് പേര് പരസ്പരം കാണുകയും അവർ ജീവിത പങ്കാളികളായി പരസ്പരം ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് കുട്ടിക്കാലത്തെടുത്ത ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ പാർട്ട്ണർ തൻ്റെ പിന്നിലും മറ്റും ചിത്രത്തിൽ വന്ന് നിന്നിട്ടുള്ളതായിട്ട് കണ്ട ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും വരാറുണ്ട്. അത്തരത്തിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ ഒരുപാട് പേര് നിൽക്കുന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ റെയറായിട്ട് ഭാവിയിൽ നമ്മളുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്ന ആളുകൾ കുട്ടിക്കാലത്ത് നമ്മുടെ ഫോട്ടോയിൽ വന്നതായിട്ട് കാണാൻ കഴിയും. ചില സംഭവങ്ങൾ ഉണ്ടായതാണ് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുമെന്നല്ല. എന്നാൽ ചില ദുരന്തപരമായിട്ടുള്ള കോയിൻസിഡൻസുകളും സംഭവിച്ചിട്ടുണ്ട്. 1864 അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള എബ്രഹാം ലിങ്കൻ്റെ മകനെ രക്ഷിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് തിരിച്ചറിഞ്ഞ് എബ്രഹാം ലിങ്കൻ്റെ മകൻ ഒരു നന്ദി ലെറ്റർ അയച്ച് 1 വർഷമാകുന്നതിന് മുമ്പ് ഈ രക്ഷിച്ച ആളിൻ്റെ സഹോദരനായിട്ടുള്ള ജോൺ വിൽസ് ബൂത്ത് എബ്രഹാം ലിങ്കനെ ഒരു തിയേറ്ററിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. എബ്രഹാം ലിങ്കൻ്റെയും ജോൺ എഫ് കെന്നഡിയുടെയും കാര്യത്തിൽ ഇതുപോലെ ഒരുപാട് സാമ്യതകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇരുവരുടെയും മരണം വെള്ളിയാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൻ്റെയും കെന്നഡിയുടെയും പേരിൽ 7 അക്ഷരം ഉണ്ടായിരുന്നു. അവരെ കൊന്നവരുടെ പേരിൽ ഏകദേശം 15 അക്ഷരങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ പിന്നീട് നമുക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അതിന് വിശദീകരണമുണ്ട്. അപ്പോൾ നമ്മുടെ ആരെങ്കിലും ജീവിതത്തെക്കുറിച്ചുള്ള അതിഭീകരമായിട്ടുള്ള ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ അതുപോലെ ഡാറ്റയുള്ള മറ്റൊരു വ്യക്തിയുമായിട്ടോ സംഭവമായിട്ടോ നമുക്കുള്ള ബന്ധം കണ്ടെത്താനോ ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കും. കൈനോട്ടക്കാരുടെയും ജ്യോതിഷികളുടെയും പലതരത്തിലുള്ള പ്രവചനങ്ങളും ശരിയായിട്ട് തോന്നുന്നത് ഏകദേശം എല്ലാ മനുഷ്യരിലും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർ പയറ്റി തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം കൊണ്ടാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ലിറ്റിൽ വുഡ്സ് ലോ. ഒരു ദിവസം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയവും നമുക്ക് സംഭവിക്കുന്ന സംഭവങ്ങളുടെ എണ്ണവും കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷം സംഭവങ്ങളിൽ ഒരു തവണ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട്. മഹാത്ഭുതമൊന്നുമല്ല, കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം സംഭവങ്ങൾ ഏകദേശം 35 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതായത് ശരാശരി കണക്കി പറഞ്ഞാൽ 1 മാസം കൂടുമ്പോൾ മിനിമം ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് എങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ 800 കോടി ജനസംഖ്യയുള്ള ഈ ലോകത്തെ കണക്കാക്കുമ്പോൾ കോയിൻസിഡൻസുകളുടെ എണ്ണം ചിന്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.